ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് സൺഡേ ഇൻ മൈ ലൈഫ് എന്ന വ്ളോഗുമായിട്ടാണ്. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ളത് കമൻ്റായിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ രാവിലെ എണീറ്റപ്പോഴേ ഞാൻ 4:30 ആയപ്പോഴേക്കും എണീറ്റിട്ടുണ്ടായിരുന്നു. വളരെ ഉറക്കത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞായറാഴ്ചയാണല്ലോ നമുക്കൊന്ന് ഉറങ്ങാൻ കിട്ടുള്ളൂ. പക്ഷെ കർക്കിടക മാസം ആയതുകൊണ്ട് ഞാനിന്ന് കുറച്ച് നേരത്തെ എണീറ്റു. കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അപ്പോൾ എണീറ്റു. ആദ്യം തന്നെ മുഖമൊക്കെ ഒന്ന് ഫേസ് വാഷ് ഇട്ടിട്ടൊന്ന് ക്ലീൻ ചെയ്തു. ചന്ദ്രികേൻ്റെ ഒരു ഫേസ് വാഷാണ്. നല്ല ഫേസ് വാഷായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടിപൊളിയാണ്. അതുകൊണ്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തു. അപ്പോൾ ബ്രഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. രാവിലെ എണീക്കാൻ എനിക്ക് നല്ല മടി ഉണ്ടായിരുന്നു. പക്ഷേ എണീറ്റല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് വർക്കൗട്ട് ചെയ്തു. ഞാൻ ഡെയിലി വർക്കൗട്ട് ചെയ്യാറുണ്ട്. കുറച്ച് വർക്കൗട്ടിന് ശേഷം ഞാൻ സൂര്യ നമസ്കാരം കൂടെ ചെയ്യാറുണ്ട്. അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ സൂര്യ നമസ്കാരം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം തന്നെ പോണത് തുണിയൊക്കെ അലക്കാൻ വേണ്ടിയിട്ടാണ്. മഴ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണങ്ങി കിട്ടാനൊക്കെ. എന്നാലും നമുക്ക് അലക്കിയല്ലേ പറ്റുള്ളൂ. പിന്നെ വാഷിംഗ് മെഷീനൊക്കെ ഉള്ളതുകൊണ്ട് ഡ്രയറിലൊക്കെ ഇട്ട് കുറേ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ തുണി വാഷിംഗ് മെഷീനിൽ ഇട്ടതിന് ശേഷം ഞാൻ മാറാലയൊക്കെ തട്ടി, ജനലൊക്കെ ഒന്ന് തട്ടി കൊട്ടി. കണ്ണൻ അതാ ഉറങ്ങുകയാണ് കേട്ടോ. കണ്ണൻ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 4:30 ഒക്കെ ആയപ്പോഴേക്കും എണീറ്റിട്ടുണ്ടായിരുന്നു. 4:30 എണീറ്റ് ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്ക് 4:45 5 മണിയൊക്കെ ആയപ്പോഴേക്ക് ഞാൻ എൻ്റെ വർക്കിലേക്ക് കിടന്നു. അങ്ങനെ മാറാലയൊക്കെ തട്ടി, എല്ലാ റൂമിലെയും കാര്യങ്ങൾ മാറാല തട്ടി. അതിന് ശേഷം ഒന്ന് മൊത്തത്തിൽ അടിച്ചു വാരി എടുക്കുകയാണ്. അടിച്ചു വാരലും അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്തു, അവിടെ വാഷായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ കഴുകിയിടാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ജനലിൻ്റെ കമ്പികളെല്ലാം തുടച്ച്, പൊടി ഉണ്ടാവും, എങ്ങനെയായാലും പൊടി ഉണ്ടാവും. അപ്പോൾ വീക്കിലി ഇങ്ങനെ ചെയ്യാറുണ്ട്. പൊടികളൊക്കെ തുടച്ചു. പിന്നെ ഇന്നലെ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അതുകൊണ്ട് ഞാൻ രാത്രി പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അധികം ഞാൻ പാത്രം കഴുകാതെ കിടക്കാറില്ല. അപ്പോൾ എന്തെങ്കിലും വയ്യെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്നലെ തീരെ വയ്യാത്തതുകൊണ്ട് ഞാനതവിടെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, അതെല്ലാം രാവിലെ തന്നെ വാഷ് ചെയ്തു, നല്ല അടിപൊളിയാക്കി. പിന്നെ അതിന് ശേഷം ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല ഇരുടാണ്. ആരും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാർ ആരും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് എൻ്റെ അലക്കലൊക്കെ ഏകദേശം ഞാൻ ഡ്രയറിലിട്ട് തുണിയൊക്കെ ഉണക്കിയെടുത്തു. ഇനിയിപ്പോൾ ഇത് തോരടാനാണ്. ഞങ്ങളുടെ നാട്ടിൽ തോരടാന്നാണ് പറയാം. നിങ്ങളെന്താ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനാണ് ഇനി ഒരു സ്ഥലം കണ്ടെത്തേണ്ടത്. അതിന് ശേഷം വാഷിംഗ് മെഷീൻ നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വെച്ചു. അപ്പോഴേക്ക് വാഷ് സ്പേസ് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. ഒരുപാട് അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാ സൺഡേയിലും ഞാൻ വാഷ് സ്പേസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ചളിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. നേരം വെളുത്തപ്പോഴേക്കും ഞാൻ പുറത്തേക്ക് ചൂലായിട്ട് പോയി മുറ്റമൊക്കെ അടിച്ചു വരി. ഇന്നലെ നല്ല മഴയായിരുന്നു ഇവിടെ. അപ്പോൾ ഈ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇലകളൊക്കെ കൊഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അത് അടിച്ചിട്ട് നീങ്ങുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എന്താ ചെയ്യുക, വളരെ കഷ്ടപ്പെട്ട് ഞാൻ അടിച്ചു വാരി. അങ്ങനെ അടിച്ചു വാരിയതിന് ശേഷം കൈയും കാലും ഒക്കെ നല്ല നീറ്റാക്കി ചൂലൊക്കെ കഴുകി നമുക്ക് ഇനി അടുക്കളയിലേക്കുള്ള വർക്കിലേക്ക് പോവാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അത് നല്ലോണം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിങ്ങൾ വിചാരിക്കും ഇവളെന്താ രാവിലെ തന്നെ ചിക്കനാണല്ലോ എടുക്കണമെന്നില്ല. അത് വേറെ ഒന്നുമില്ല. ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുന്നേ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വർക്കില്ലല്ലോ. കുളിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ നന്നാക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത് ആദ്യം തന്നെ നന്നാക്കി വെച്ചത്. ചിക്കനൊക്കെ നന്നാക്കി, ചിക്കൻ്റെ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് സിങ്ക് നല്ല അടിപൊളിയായിട്ടൊന്ന് കഴുകി. അതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ കുളിക്കാൻ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ തലയിൽ ഞായറാഴ്ച ഒരിക്കലും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് തലയിൽ എണ്ണ തേക്കാറുള്ളത്. ആയുർവേദിക് പാരച്യൂട്ട് ഓയിലിലേക്ക് ഒരു 2 വൈറ്റമിൻ ഇ ടാബ്ലറ്റിൻ്റെ ആ ഒരു ഇത് മിക്സ് ചെയ്തിട്ട് തലയിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കും. എന്നതിന് ശേഷം ഞാനൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തല വാഷ് ചെയ്യാറുള്ളത്.
എനിക്ക് ഷാമ്പു ഇടൽ മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഷാമ്പു ഞാൻ അധികമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്. അപ്പോൾ മുടി കൊഴിച്ചിൽ ഞാനൊരു പുതിയ റെമഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പതിയെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ തലയിൽ മുടിയൊക്കെ കെട്ടി വെച്ച് ഞാൻ എന്ത് ചെയ്തു, ഇനി ബാത്റൂമും കൂടെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ബാത്റൂമൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് കാര്യമായിട്ട് കഴുകുക. അങ്ങനെ കഴുകി ബാത്റൂമൊക്കെ കഴുകി ഞാൻ കുളിച്ച് സുന്ദരിയായിട്ട് വന്നു. ഞാൻ സുന്ദരിയല്ലേ ഗായ്സ്? അപ്പോൾ കുളിച്ച് വന്നു. നേരെ വന്നത് ഭഗവാന്റെ അടുത്തേക്കാണ്. ഇനി നമുക്ക് വിളക്ക് വെച്ചിട്ട് ഈശ്വരനോട് നല്ല പ്രാർത്ഥിക്കണം. ഇനി എന്താണ്, കാക്കണേന്ന്. ഇതുവരെ ദൈവം ബുദ്ധിമുട്ടൊന്നും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അങ്ങോട്ടും അതുപോലെ തന്നെ കൂടെ ഉണ്ടാവണം എന്ന് പറയണ്ടേ നമുക്ക്. അപ്പോൾ കുളിച്ച് വന്നതിന് ശേഷമാണ് ഞാൻ സ്വാമീൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തത്. കുളിക്കാതെ പിന്നെ അത് തൊടാൻ പോയിണ്ടായിരുന്നില്ല. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കിയാലും അത് ഞാൻ കുളിച്ച് വന്നിട്ടാണ് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. വിളക്ക് കത്തിക്കാൻ നോക്കിയപ്പോൾ തീപ്പെട്ടിയിലെ കൊള്ളി കഴിഞ്ഞു. അങ്ങനെ ഗ്യാസ് വിളക്ക് കൊണ്ടാണ് ഞാൻ വിളക്ക് കത്തിച്ചത്. ഗ്യാസ് വിളക്ക് വെച്ചിട്ട് വിളക്ക് കത്തിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. പണ്ട് വീട്ടിൽ നിന്ന് അച്ഛമ്മയൊക്കെ ചീത്ത പറയുന്നു ഗ്യാസ് വിളക്കൊക്കെ വെച്ചിട്ട് കത്തിക്കുമ്പോൾ. പക്ഷേ തീപ്പെട്ടില്ല, ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ നല്ലോണം പ്രാർത്ഥിച്ച് എൻ്റെ വീഡിയോയ്ക്ക് നല്ല ലൈക്കും കമൻറ്റും വ്യൂസൊക്കെ കിട്ടണേ ഞാൻ സ്പെഷ്യലായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ചന്ദനൊക്കെ തൊട്ട് നേരെ അപ്പോഴേക്ക് കണ്ണൻ എണീറ്റ് കുളിച്ച് സുന്ദര പുട്ടപ്പനായിട്ട് വന്നിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അപ്പം ഞാൻ പറഞ്ഞല്ലോ കണ്ണന് ചൂടുള്ള ദോശ കഴിക്കാനാണ് ഇഷ്ടം. അപ്പം വന്നിരുന്നപ്പോൾ തന്നെ ഞാൻ കണ്ണൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേൻ്റെ അടുത്തേക്ക് വാ, അമ്മയ്ക്ക് നമുക്ക് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ കണ്ണങ്ങനെ സ്കൂളിലുള്ള കഥകളൊക്കെ പറയുന്നു. സ്കൂളിലെ സോഷ്യൽ സയൻസിൻ്റെ മിസ്സിന് അവന് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുള്ള കഥകളൊക്കെ പറഞ്ഞ്. അപ്പോൾ ടീച്ചർ അവനെ മോനെ എന്നൊക്കെ വിളിച്ചിട്ടാണ് സംസാരിക്കാറ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നല്ലോണം പഠിച്ച എല്ലാ ടീച്ചേഴ്സും അങ്ങനെയൊക്കെ തന്നെയാണ് പറയാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്പോഴേക്ക് ദോശയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ദോശ അവന് കൊടുത്തു. അതിലേക്ക് 2 കറികളുണ്ടായിരുന്നു. ഒരു മസാലക്കറി ഉണ്ടായിരുന്നു, പിന്നെ ചട്നി ഉണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം തന്നെ കറീൻ്റെ പണി ഞാൻ ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. ചട്നി അവന് ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. പക്ഷെ എന്നാലും ഞാൻ ചട്നി ഉണ്ടാക്കിയപ്പോഴാണ് ഞാൻ അവനത് കഴിക്കൂലല്ലോ എന്നാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു കിഴങ്ങ് കറി കൂടെ വെച്ചതാണ്. അപ്പോൾ 2 ദോശ അവൻ കഴിക്കുള്ളൂ. അപ്പോൾ 2 ദോശ മാത്രമേ അവൻ ഉണ്ടാക്കുന്നുള്ളൂ. അത് കഴിഞ്ഞു. അപ്പോഴേക്ക് പുറത്തുനിന്ന് ഒരാൾ വിളിച്ചു. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ കണ്ണൻ ആ സമയത്ത് ഫുഡ് കഴിക്കിയിരുന്നു. പിന്നെ കണ്ണൻ്റെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിരിക്കും അവൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റാറില്ല. പഠനത്തിൻ്റെ കാര്യങ്ങൾ കേട്ടോ. കാരണം ഓരോ കാര്യങ്ങളാണ്, വയ്യായികയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് സൺഡേയിലെങ്കിലും ഒന്ന് നോക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം അവനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്നു. എപ്പോഴും ഞങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം എടുക്കുക സോഷ്യൽ സയൻസ് ബുക്കാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്കാണെങ്കിലും അവനാണെങ്കിലും ആദ്യം കിട്ടുക സോഷ്യലാണ്. ഒന്നാമത് ഞാൻ സോഷ്യൽ സയൻസാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ BEd എടുത്ത ഒരാളാണ്. അപ്പോൾ BEd കാര്യങ്ങളൊക്കെ സോഷ്യൽ സയൻസ് തന്നെയാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ്. അവനും അതുതന്നെയാണ്. അങ്ങനെ അപ്പോൾ ഞാൻ അവനെ അവിടെ ഇരുത്തിയിട്ട് അടുക്കളയിലേക്ക് പോയി ഉച്ചക്കിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവനോട് പഠിച്ചോളാൻ പറഞ്ഞു. പക്ഷെ ഭയങ്കര മടിയെന്ന് പഠിക്കാൻ. അവൻ ഇങ്ങനെ ഇരിക്കും. അതിന് ഞാൻ എപ്പോഴും ഞങ്ങൾ തമ്മിൽ അടിയാണ്. അങ്ങനെ അത് കഴിഞ്ഞു അടുക്കളയിലേക്ക് വന്നു. ഇന്ന് കുറച്ചധികം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കനായിരുന്നല്ലോ, ചിക്കൻ കറി വെച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ അയില നന്നാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീനൊക്കെ കിട്ടിയിരുന്നു. മീൻ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം മീൻ കിട്ടിയത്, പിന്നെ ഒന്നും നോക്കിയില്ല. അപ്പോൾ അത് കിട്ടിയതിന് ശേഷം അത് നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു വറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞു. ചോറിന് വെള്ളം വെച്ചു. അപ്പോൾ അടുക്കള പണിയൊക്കെ എനിക്ക് പെട്ടെന്ന് കഴിയും. ഞാൻ സ്പീഡിൽ ചെയ്യും. അപ്പോഴാണ് ഇനി എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ സന്തോഷങ്ങൾ കണ്ടെത്താൻ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും തയ്യാറല്ല അതിന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവാണ്. എങ്ങോട്ട് ഇന്ന് എൻ്റെ ഡാൻസ് ക്ലാസ് ഉണ്ട്. 2-3 ആഴ്ചയായിട്ട് ഞാൻ പോവാറുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പോവാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും പോകണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും എൻ്റെ കണ്ണനും കൂടെ പോവാണ്. രാമനാട്ടുകര ഗുരുദേവപ്രിയ കലാക്ഷേത്രയിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ്. ഏത് പ്രായക്കാർക്കും പഠിക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ.
അപ്പോൾ ഞാൻ നല്ല സുന്ദരിയാവുകയാണ്. ഞാൻ പൗഡർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പൗഡറൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു ടവൽ വെച്ച് മൊത്തം തുടച്ച് കളയും. അങ്ങനെയുള്ള ചങ്കുകൾ നിങ്ങൾക്ക് നമുക്കിടയിലുണ്ടോ കൂട്ടുകാരെ? എന്നതിന് ശേഷം ഒരു സ്പ്രേ ഒക്കെ അടിച്ച് രസമല്ലേ കിടക്കട്ടെ എന്ന്. അപ്പോൾ ഞാൻ സ്പ്രേ അടിച്ച കണ്ണനും ഉണ്ടല്ലോ, അപ്പോൾ കണ്ണനാണ് വീഡിയോ എടുക്കുന്നത്, കണ്ണനും കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞു ഞങ്ങൾ നേരെ പോവുകയാണ് ഇങ്ങോട്ട് രാമനാട്ടുകരയിലേക്ക്. അപ്പോൾ ഹെൽമെറ്റൊക്കെ ഇട്ട് വണ്ടി എടുക്കണം. വണ്ടിയൊക്കെ ചെളി പിടിച്ച് കിടക്കുകയാണ്, കഴുകാനായിട്ടുണ്ട്, കഴുകണം. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നേരെ പോവാണ്. അതാ നമ്മളെ റോഡ് പണിയൊക്കെ ഹൈവേൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നല്ല ബ്ലോക്കായിരുന്നു. ആ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തി, രാമനാട്ടുകര എത്തി. ഇത് രാമനാട്ടുകരല്ല കേട്ടോ, ഇത് രാമനാട്ടുകര എത്തി. അപ്പോൾ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിന് നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ഇഷ്ടങ്ങളാണ് ഇതൊക്കെ. ചെറുപ്പത്തിലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡാൻസ് പഠിക്കാൻ. പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയതിന് ശേഷം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിച്ചെടുത്തു. ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ, മനസ്സിന് ഒരുപാട് സന്തോഷം. ഞാൻ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് തരുന്ന ഒരു സമയങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഞാൻ പറയാലോ, ശോഭിത് കുമാർ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി നല്ല മാഷാണ്. മാഷിൻ്റെ കീഴിൽ പഠിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയാട്ടോ. അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. ഫുഡ് കഴിക്കേണ്ടേ ഞങ്ങൾ ഫുഡ് കഴിക്കാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്ക് നല്ല ചോറ്, പച്ചക്കായൻ്റെ ഉപ്പേരി, പിന്നെ ഒരു ഓംലെറ്റ്, മീൻ പൊരിച്ചത്, പപ്പടം, വെളുത്തുള്ളിൻ്റെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കൂട്ടി ചിക്കൻ കറി ഉണ്ടായിരുന്നു. കണ്ണം ഇവിടുന്ന് ചിക്കൻ കറി എന്ന് പറഞ്ഞു തരാം എനിക്ക്. അങ്ങനെ ചിക്കൻ കറിയൊക്കെ കൂട്ടി ഞങ്ങൾ നല്ല ഫുഡ് കഴിക്കുക, നല്ല തട്ടിവിടാം. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഒക്കെ കണ്ണനപ്പം ഞാൻ വീഡിയോ എടുക്കാൻ എൻ്റെ ഫ്രണ്ട്സ് എനിക്കൊരു സ്റ്റാൻഡ് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോസൊക്കെ എടുക്കാറുള്ളത്. അതുവരെ കണ്ണനാണ് എടുത്ത് തരാറുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വൈകുന്നേരം എന്ത് ചെയ്തു, ഇതിൻ്റെ ഫ്രണ്ടാണ് അനൂപ. അവൾ ആദ്യം എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ് സ്കൂളിൽ. ഞാൻ ഇവിടേക്ക് താമസിക്കാൻ വന്നപ്പോൾ തൊട്ടടുത്ത് അവളുണ്ടായിരുന്നു. എനിക്ക് വളരെ ഒരു ആശ്വാസമായിരുന്നു അവളുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും കണ്ണനും അനുവും കൂടെ അവിടെ അടുത്തൊരു തോടുണ്ട്, അവിടെ ആദ്യം ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അനുവും കണ്ണനും പോവാന്നാണ് പറഞ്ഞത്. പക്ഷേ കണ്ണനും പറഞ്ഞു അമ്മ വാന്നൊക്കെ പറഞ്ഞപ്പം എനിക്കും ഇൻട്രസ്റ്റ് ആയി പോവാന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടക്കാനുണ്ട്. പ്രകൃതി രമണീയമായ സ്ഥലത്തൂടെ ഞാനും അനുവും കണ്ണനും കൂടെ നടന്നുകൊണ്ട് പോവാണ്. ഇതാ ഇവിടെ എത്തി. ആ ഒരു വെള്ളച്ചാട്ടം കാണിക്കാന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയതാണ് അവള് ഞങ്ങളെ. അവിടെ ചെന്നപ്പോൾ ഇതാണ് അവസ്ഥ, ഇതാണ് അവൾ പറഞ്ഞ വെള്ളച്ചാട്ടം. അടിപൊളിയാണ്, കുഴപ്പമില്ല. അങ്ങനെ ഇവരിങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നുണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഞാൻ എന്ത് ചെയ്യും, ഞാനും ഇറങ്ങി വെള്ളത്തിൽ വരുന്നിടത്ത് വെച്ച് കാണാന്ന് വെച്ചിട്ട് ഞാനും ഇറങ്ങി. അടിപൊളി. നമ്മളെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, നല്ല നല്ല നിമിഷങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും അനുവും കണ്ണനും എല്ലാവരും. എനിക്ക് നീന്താനൊന്നും അറിയില്ല, കുറച്ചൊക്കെ അറിയാട്ടോ. ഞാനിപ്പോൾ അടുത്താണ് നീന്തൽ പഠിച്ചത്. പക്ഷെ എന്നാലും എനിക്ക് പേടിയാണ്, വെള്ളത്തിൽ മുങ്ങിപ്പോവും. അങ്ങനെ അടിച്ച് പൊളിച്ച് ഞങ്ങൾ അടിപൊളിയാക്കി എന്താ പറയുക തിരിച്ചു വന്നു. കണ്ണന് അപ്പം ചായ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആപ്പിളും ചായയും വേണം. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കൂട്ടുകാരെ, ആപ്പിളും ചായേൻ്റെ കൂടെ ആപ്പിൾ കഴിക്കുന്നത്? അതും ഫ്രിഡ്ജിൽ വെച്ച തണുത്ത ആപ്പിള്. എന്താ ചെയ്യുക, അവൻ്റെ ഇഷ്ടമല്ല, കിടക്കട്ടെ വെച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ആപ്പിളൊക്കെ കട്ട് ചെയ്തു, ചായ കഴിച്ചു. അവന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. നല്ല വെള്ളത്തിലൊക്കെ കൂടി കളിച്ചല്ലേ, നല്ല കുത്തി മറിഞ്ഞ് വന്നതല്ലേ ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, കഴിച്ചു. അതിൻ്റെ ഇടയിൽ കണ്ണൻ ഫുഡ് കഴിക്കുക രാത്രിത്തെ. മുഖത്തിനുള്ള ദേഷ്യം കണ്ടോ, എന്താ പറയുക, പഠിക്കാൻ പറഞ്ഞതിൻ്റെ ദേഷ്യമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അതാ ഞങ്ങൾ ലൈറ്റൊക്കെ ഓഫാക്കി എല്ലാ പണിയും കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ കിടക്കുകയാണ് ഗൈസ്, ലൈറ്റൊക്കെ ഓഫാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ കിടക്കാൻ നേരത്തുള്ള ഞങ്ങളെ കുറച്ച് കുറുമ്പുകളാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവരോടും ഗുഡ് നൈറ്റ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഓൾ.